ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെൽഫി സ്റ്റിക്ക് വ്ളോഗ്. ഇന്നൊരു ടെക്നിക്കൽ സംബന്ധമായ വീഡിയോയും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നുമൊക്കെ കണക്ട് ചെയ്ത് സ്റ്റീരിയോ എഫക്റ്റോട് കൂടെ നമുക്ക് മ്യൂസിക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നൊരു മ്യൂസിക് സിസ്റ്റം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ ബോർഡ്. ഇതിനിവിടെ 5 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാനുള്ള 2 പോയിൻറ്റുകൾ കാണാം. അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനുള്ള 3 പോയിൻറ്റുകളും കാണാം. മറുവശത്തായിട്ട് നമ്മുടെ സ്പീക്കർ ഔട്ട് കൊടുക്കാനുള്ള പോയിൻറ്റുകളാണ്. ആദ്യം ലെഫ്റ്റ് സ്പീക്കറിനുള്ള 2 പോയിൻറ്റും റൈറ്റ് സ്പീക്കറിനുള്ള 2 പോയിൻറ്റും നമുക്കിവിടെ കാണാം. വളരെ ചെറിയ ബോർഡാണ്. നമുക്കിതൊന്ന് കണക്ട് ചെയ്തൊക്കെ നോക്കാം. ആംപ്ലിഫയർ ബോർഡ് കൂടാതെ നമുക്ക് 2 സ്പീക്കർ ആവശ്യമായിട്ട് വരും. 4 ഓമിൻ്റെ 3 വാട്ട് സ്പീക്കറുകളാണിവ. അതുകൂടാതെ നമുക്ക് ആംപ്ലിഫയറിലേക്ക് 5 വോൾട്ട് കൊടുക്കാനായിട്ട് നമ്മളൊരു ചാർജർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ആംപ്ലിഫയറിലേക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഒരു ഓഡിയോ കേബിളും വേണം. പിന്നെ നമുക്ക് വേണ്ടത് സ്പീക്കറുകൾ കണക്ട് ചെയ്യാനായിട്ടുള്ള 2 കേബിളുകളാണ്. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. ആദ്യമായി നമുക്ക് നമ്മുടെ വയറിൻ്റെ അഗ്രഭാഗങ്ങളൊക്കെ സോൾഡറിങ് പേസ്റ്റും ലെഡും ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിത് കണക്റ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യമായി നമ്മൾ സ്പീക്കറുകളുടെ ഔട്ട്പുട്ട് വയറാണ് കണക്റ്റ് ചെയ്യുന്നത്. സ്പീക്കറിൻ്റെ പോയിൻറ്റിലേക്ക് 2 വയറിൻ്റെയും അറ്റം ഇങ്ങനെ വെച്ച് നമുക്കതിനിവിടെ സോൾഡർ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ സ്പീക്കറിന് ആവശ്യമായ വയറും നമുക്കിതുപോലെ തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കാം. വയറുകൾ തമ്മിൽ ഷോർട്ട് ആവുന്നതൊക്കെ ശ്രദ്ധിക്കണം. സോൾഡറിങ് പേസ്റ്റൊക്കെ തേച്ചിട്ട് വേണം സോൾഡർ ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാൻ ആവശ്യമായ നമ്മുടെ ഓഡിയോ കേബിളാണ് സോൾഡർ ചെയ്യുന്നത്. ഇതിൽ ലെഫ്റ്റും റൈറ്റും ഗ്രൗണ്ടും കണക്ഷനുകൾ നമ്മൾ ശ്രദ്ധിക്കണം. സെൻട്രലായിട്ട് ഗ്രൗണ്ടും അപ്പുറവും ഇപ്പുറവും ലെഫ്റ്റും റൈറ്റും ഇൻപുട്ട് സിഗ്നലും വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. സ്പീക്കറുകളും അതുപോലെ ഓഡിയോ ഇൻപുട്ടും നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 5 വോൾട്ട് കൊടുക്കാനുള്ള ചാർജറിൻ്റെ കണക്ഷനും കൂടിയാണ് ബാക്കിയുള്ളത്. അത് പോസിറ്റീവും നെഗറ്റീവും തെറ്റാതെ നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബോർഡിലുള്ള നമ്മുടെ സോൾഡറിങ്ങുകളൊക്കെ കഴിഞ്ഞു. 2 സ്പീക്കർ ഔട്ടും 1 ഓഡിയോ ഇന്നും 5 വോൾട്ടും അങ്ങനെ നമ്മൾ എല്ലാ കണക്ഷനുകളും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി അവസാനമായി നമുക്ക് സ്പീക്കറുകൾ കണക്ട് ചെയ്യാം. നമ്മൾ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാനുള്ള വയറുകൾ സോൾഡർ ചെയ്തിരുന്നു. അതിൻ്റെ അറ്റഭാഗത്ത് നമുക്കിനി 2 സ്പീക്കറുകൾ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീക്കറും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ സിസ്റ്റം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. 5 വോൾട്ട് അതുപോലെ സ്പീക്കർ ഔട്ട് ഓഡിയോ ഇൻപുട്ട് എല്ലാം റെഡിയായി. ഇനി നമുക്കിതൊന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓഡിയോ കേബിൾ വഴി ലാപ്ടോപ്പിൽ നിന്നും കണക്റ്റ് ചെയ്താണ് ഞാനിത് ചെക്ക് ചെയ്യുന്നത്.
ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് താങ്ങാനുള്ള ശേഷി നമ്മുടെ സ്പീക്കറിന് കുറവാണ്. കുറച്ചുകൂടെ പവറുള്ള സ്പീക്കർ ഉപയോഗിച്ച് നമുക്ക് ഈ ബോർഡിനെ നല്ലൊരു മ്യൂസിക് സിസ്റ്റമാക്കി മാറ്റുന്ന ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തണം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.